മുസ്ലിം പെണ്ണ് അന്യപുരുഷൻ്റെ മുന്നിൽ ശരീരം മുഴുവനും മറക്കണം എന്നാണ്. ഇസ്ലാമിലുള്ളത് ഹിജാബാണ്. ഹിജാബ് എന്ന് പറഞ്ഞാൽ മറക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഓരോ നാട്ടിലും, തമിഴ്നാട്ടിലൊരു തരം ഹിജാബുണ്ട്, കേരളത്തിൽ വേറെയുണ്ട്. എവിടെയാണോ വിവാദം ഉണ്ടായിട്ടുള്ളത് അവിടെയാണ് ഇസ്ലാം വളർന്നിട്ടുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത സമയം നോക്കിയാൽ ബാബരി മസ്ജിദ് തകർത്ത വർഷമാണ്. അന്ന് വലിയ തട്ട ഉപയോഗിക്കും, മുഖം ഇങ്ങനെ മറച്ചു വയ്ക്കും, കൊട ചൂടും, അങ്ങാടിയുടെ പുറത്തുകൂടെ നടക്കും. ഇപ്പോൾ പർദ്ദ അല്ലെങ്കിൽ പാൻസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി, ഫാഷനിൽ വരുന്ന ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സമസ്ത 100ാം വാർഷികം ആഘോഷിക്കുകയാണ് ഇപ്പോൾ, അടുത്ത 2026. അപ്പോൾ ഈ 100 വർഷം കൊണ്ട് സമസ്ത എന്തിനാണോ സ്ഥാപിക്കപ്പെട്ടത് അതിൻ്റെ റെലവൻസ് ഇപ്പോൾ എങ്ങനെയാണ്? ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഏത് അളവോളം പൂർത്തിയാക്കപ്പെട്ടത്? സമസ്ത പ്രധാനമായും സ്ഥാപിക്കപ്പെട്ടത് മുസ്ലിം സമൂഹത്തിൽ അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും യഥാവിധി നിലനിർത്തുക, അതിന് കോട്ടം തട്ടുന്ന രീതിയിൽ വരുന്ന പുതിയ ആശയങ്ങളെ ചേർക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. അത് അൽഹംദുലില്ലാഹ് സക്സസ്ഫുള്ളായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. 100 വർഷത്തെ പ്രതിലോമ പരിശ്രമങ്ങൾക്കൊന്നും 5% വിജയം നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് അതാണ്. രണ്ടാമത്തത് സമസ്തയുടെ ലക്ഷ്യം സാമൂഹിക ഉന്നമനമാണ്. അതിൽ വിദ്യാഭ്യാസം, അതുപോലെയുള്ള സാമൂഹ്യ രംഗത്തെ എല്ലാ വിഷയങ്ങളിലും വളരെ വലിയ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തെ മാറി വരുന്ന വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് അനുകൂലമായി അങ്ങനെ തന്നെ വളരാൻ ഇത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ അല്ലെങ്കിൽ ഈ പരമ്പരാഗത ഇസ്ലാമിൽ നിന്ന് വരുന്ന ആക്രമണങ്ങളെ ചെറുക്കുക എന്നുള്ളതാണ്. അതെ. അപ്പോൾ പുതിയ പ്രസ്ഥാനങ്ങൾ, മുജാഹിദുകൾ, പിന്നീട് വന്ന ജമാഅത്ത് ഇസ്ലാമി. അപ്പോൾ ഈ പറയാനുള്ളൊരു കാര്യം, ഒരു ആശങ്ക എന്ന് പറയുന്നത്, സുന്നി സമൂഹത്തെ അവരിങ്ങോട്ട് സ്വാധീനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വഹാബി സ്വാധീനം അല്ലെങ്കിൽ ജമാഅത്തിൻ്റെ സ്വാധീനം. അപ്പോൾ നമ്മുടെ പരമ്പരാഗത ഇസ്ലാമിൻ്റെ സ്രോതസ്സുകളെ അല്ലെങ്കിൽ അതിൻ്റെ രീതികളെ ഒക്കെ മാറ്റുന്നതിൽ ഈ എത്രത്തോളം ഈ വഹാബിസത്തിന് കേരളത്തിൽ സാധിച്ചു? 1% സാധിച്ചിട്ടില്ല. പരമ്പരാഗത ഇസ്ലാം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഇസ്ലാം, സുന്നത്ത് ജമാഅത്ത് എന്ന പേരിൽ ലോകത്ത് അറിയപ്പെടുന്നത്, അതിൽ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 1% പോലും സ്വാധീനം ചെലുത്താൻ വിദഴി കക്ഷികൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ പറയാറുള്ള ഈ പർദ്ദ, ഡ്രസ്സിൽ ഉണ്ടാകുന്ന സ്വാധീനം, വിശ്വാസത്തിൽ ചില സമയങ്ങളിൽ മറ്റ് മതവിശ്വാസികളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത്, ക്രിസ്മസ് പങ്കെടുക്കരുത്, ഓണത്തിൽ പങ്കെടുക്കരുത്, ഇത് ഈ പറയപ്പെടുന്ന ഇത് ഒരു വഹാബി സ്വാധീനത്തിൽ സുന്നി സമൂഹവും പെട്ടുപോയിട്ടുണ്ടോ? ഈ ഇപ്പോൾ പർദ്ദ അല്ലെങ്കിൽ പാൻസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി, ഫാഷനിൽ വരുന്ന ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇപ്പോൾ നമ്മളാരും ഈ ജീൻസും പാൻസും ഒന്നും മുമ്പ് ധരിക്കാറില്ലല്ലോ. അപ്പോൾ അതിലേക്ക് വന്നു. അത് ഫാഷനിൽ സ്വാഭാവികമായ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇസ്ലാമിലുള്ളത് ഹിജാബാണ്. ഹിജാബ് എന്ന് പറഞ്ഞാൽ മറക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഓരോ നാട്ടിലും, തമിഴ്നാട്ടിലൊരു തരം ഹിജാബുണ്ട്, കേരളത്തിൽ വേറെയുണ്ട്. കേരളത്തിൽ ഗൾഫ് സ്വാധീനം കൊണ്ട് ഗൾഫിൻ്റെ രീതിയിലുള്ള ഫാഷനുകളാണ് ഇവിടെ വരുന്നത്. നോർത്ത് ഇന്ത്യയിൽ മറ്റൊരു തരത്തിലുള്ള ഹിജാബുണ്ട്. ഹിജാബ് എന്ന് പറഞ്ഞാൽ മറക്കുക എന്നുള്ളതാണ്. അന്തർജനം എന്നാണ് മലയാളത്തിൽ പറയാം. ആ ഒരു സിസ്റ്റം അല്ലാതെ ഫർദ വഹാബി ആശയമല്ല. നിഖാബും ഇസ്ലാമിക ആശയമാണ്. യെസ്. മുഖം മറയ്ക്കുന്ന. അതെ. മുസ്ലിം പെണ്ണ് അന്യപുരുഷൻ്റെ മുന്നിൽ ശരീരം മുഴുവനും മറക്കണം എന്നാണ്. മുഖം മറക്കണം, മുൻകൈ മറക്കണം എന്നുള്ളതിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ഈ ഫിഖ്ഹിനെ ഫോളോ ചെയ്യുന്നവരാണ് മുസ്ലിങ്ങൾ. ഫിഖ് എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്ര നിയമങ്ങൾ. അത് വിവിധ അയിമ്മത്തുകൾ, മീൻസ് ദ ലീഡേഴ്സ് ഓഫ് ഇസ്ലാം, വിവിധ രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ മുഖവും മുൻകൈയും മറക്കണം എന്ന് പറഞ്ഞവരുണ്ട്, മറക്കണ്ട എന്ന് പറഞ്ഞവരുണ്ട്.
നമ്മളിപ്പോൾ ഒരു 90-കൾ അല്ലെങ്കിൽ 60-കൾ 70-കളിലൊന്നും നമ്മൾ മുഖം മറച്ച മുസ്ലിം സ്ത്രീകളെ ഇപ്പം അന്ന് നമ്മുടെ സിനിമകളിലാണ് നമ്മൾ പൊതുവെ കാണുന്നത്, നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല നമ്മുടെ ചുറ്റിനും. പക്ഷെ ഇന്ന് മുഖം മറച്ച, മുഖം എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റി ആണല്ലോ, ആ സ്വന്തം ഐഡന്റിറ്റിയെ മറച്ച ഒരുപാട് സ്ത്രീകളെ നമ്മൾ ഇന്ന് ചുറ്റും കാണുന്നുണ്ട്. ഞാൻ ജനിച്ച കാലം മുതലേ ഞാൻ കാണുന്നുണ്ട് മുഖം മറച്ചവരെ. മലബാറിലാണല്ലോ നമ്മളുടെ ജീവിതം. പക്ഷേ പറഞ്ഞ പോലെ അന്ന് ഈ ഒരു നിഖാബ് എന്ന് പറയുന്നത് അതൊരു ഫാഷനാണ്. ഇറ്റ്സ് എ ഫാഷൻ ഡിസൈനിങ്. അന്ന് വലിയ തട്ട ഉപയോഗിക്കും, മുഖം ഇങ്ങനെ മറച്ചു വയ്ക്കും, കുട ചൂടും, അങ്ങാടിയുടെ പുറത്തുകൂടെ നടക്കും. അങ്ങനെയാണ് അന്നത്തെ രീതി. ഇന്ന് അത് മാറി. കുറച്ചുകൂടെ സൗകര്യത്തിന് ഇങ്ങനെ പിടിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ വെച്ചാൽ തന്നെ മറവ് വരും എന്നത് ആ ഒരു ഫാഷൻ വന്നപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായി എന്നുള്ളത് മാത്രമാണ്. ഈ അദ്ദേഹത്തിന്റെ തന്നെ ഈ മുജാഹിദുകളെ പോലെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി. അതുപോലെ ഈ പുരുഷന്മാരുടെ വസ്ത്രത്തിൽ ഇപ്പം നീളക്കുപ്പായം വല്ലാതെ വ്യാപകമായിട്ടുണ്ട് നാട്ടിൽ. ഇവ ഞാൻ പറയാറുണ്ട്, ഓട്ടോ ഡ്രൈവറും ഫോട്ടോഗ്രാഫറും ഒക്കെ നീളക്കുപ്പായം ഇട്ടിട്ട് നടക്കുന്ന ഒരു രീതിയുണ്ട്. പഴയ കാലത്ത് അത് പണ്ഡിതന്മാരുടെ മാത്രം ഒരു വേഷമായിരുന്നു. അതൊക്കെ ഒരു സോഷ്യൽ, ഒരു സ്വാഭാവിക ചേഞ്ചിൻ്റെ ഭാഗം എന്നല്ലാതെ മതത്തിൻ്റെ പ്രത്യേകമായ എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതായിട്ട് അതിനെ കാണാൻ പറ്റില്ല. അതത്ര നിഷ്കളങ്കമായിട്ടുള്ള സംഭവമാണ്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിൽ മുസ്ലിം സമുദായത്തിനുള്ളിൽ ജനാധിപത്യം, മതേതരത്വം, ഇതൊക്കെ അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഇവിടുന്ന് ചില ആളുകൾ ജനാധിപത്യം വേണോ എന്ന് ഇവിടുന്ന് സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ ഫത്വ വയ്ക്കുന്ന ഘട്ടം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു സ്വാധീനം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സ്വാധീനം. കേരളത്തിലെ സുന്നി സമൂഹത്തിൽ അവർ ഫത്വ ചോദിക്കുന്നത് സമസ്തയോടാണ്. കാരണം ഓരോ നാട്ടിലുള്ള ഈ അവസ്ഥയെ അറിയുന്നവർക്കേ ഫത്വ കൊടുക്കാൻ കഴിയുള്ളൂ. വേറെ ഏതെങ്കിലും നാട്ടിൽ നിന്നുകൊണ്ട് ഈ നാട്ടിലത്തെ ഒരു വിഷയത്തിന് ഫത്വ കൊടുക്കണമെങ്കിൽ, ഫത്വ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇൻഡിവിജ്വലാണ്. ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഫത്വയും മറ്റൊരാൾ കൊടുക്കുന്ന ഫത്വയും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ആ വ്യക്തിയുടെ അവസ്ഥയും അറിയണം, നാടിൻ്റെ അവസ്ഥ അറിയണം. പിന്നെ പഴയ കാലത്ത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അന്നത്തെ മക്കയിലെ പ്രമുഖ പണ്ഡിതനായ ഇബ്നു ഹജർ ഹൈത്തമിയോട് ഫത്വ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ പൂർണ്ണമായും വിശദീകരിച്ച് എന്നിട്ട് ചോദിക്കും. അപ്പോഴാണ് അതിന് മറുപടി കിട്ടുക. അപ്പോൾ ഈ ഗൾഫിലെ സലഫി പണ്ഡിതന്മാരെ അതേപോലെ പിന്തുടരുന്നവർ കേരളത്തിലുണ്ട്, ചെറിയ ശതമാനത്തോളം ഉണ്ടല്ലോ. കേരളത്തിലുണ്ടല്ലോ സലഫികളെ കുറച്ച്. അവരവിടെ നിന്നാണ് ചോദിക്കുക, അല്ല അത് സുന്നികളെ സ്വാധീനിക്കുന്നില്ല. ഞാൻ പറഞ്ഞ സുന്നികളെ ഒട്ടും ഇത് സ്വാധീനിക്കുന്നില്ല എന്നുള്ളത്. പറഞ്ഞല്ലോ ഈ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കിടയിലുള്ള അകൽച്ച ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ കാര്യം. ഈ നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒരു സമയത്ത് വന്നു. അതുപോലെ ഹലാൽ റെസ്റ്റോറൻറ്റ്സിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അങ്ങനെയും വന്നു. അതിന്റെ പിന്നിലൊരു രാഷ്ട്രീയ അജണ്ടയും ഉണ്ട്. അതിനോടുള്ള പ്രതികരണം എങ്ങനെയാണ്? അതൊക്കെ ഇസ്ലാമിനെ കുറിച്ച് ആളുകൾക്ക് കൂടുതൽ അറിയാനും പഠിക്കാനുമുള്ള അവസരങ്ങളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ എന്താണ് ഹലാൽ എന്നെല്ലാവരും ഒന്ന് ചോദിക്കും, പഠിക്കും. ഓ ഹലാൽ ഇതാണല്ലേ, കുഴപ്പമില്ല എന്ന് പറയും. ഇങ്ങനൊരു വിവാദം ഉണ്ടായിട്ടില്ലെങ്കിൽ ആരാണ് ഇതിനെക്കുറിച്ച് പഠിക്കുക? എവിടെയാണോ വിവാദം ഉണ്ടായിട്ടുള്ളത് അവിടെയാണ് ഇസ്ലാം വളർന്നിട്ടുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത് നമ്മൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത സമയം നോക്കിയാൽ ബാബരി മസ്ജിദ് തകർത്ത വർഷമാണ്. അതുപോലെ ഡെൻമാർക്കിൽ ഈ കാരിക്കേച്ചർ ഉണ്ടാക്കിയ സമയത്താണ് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത്. റീസെൻ്റ്ലി ഇപ്പം ഞാൻ പറയുന്നത് പിന്നെ ഈ ഗാസയിൽ പ്രശ്നങ്ങളുണ്ടായതിനു ശേഷം യൂറോപ്പിൽ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വരും. അങ്ങനെ എന്താണ് ഈ ഭീകരമായ ഈ സാധനം എന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇതാണല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. വിവാദങ്ങളുണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷെ അത് മറ്റൊരു സൈഡും കൂടി ഇല്ലേ? അതായത് ഒരു മതത്തെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ട് ആ മതത്തെക്കുറിച്ചൊന്നും അറിയത്തില്ലാത്തവരുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാകും. അത് ലോകത്ത് അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള ആശയങ്ങൾ പല ഭാഗത്തു നിന്ന് പറയും. ഏതാണോ കേൾക്കുന്നത് ചിലർ അതങ്ങനെ വിഴുങ്ങും. ചിലർ പിന്നെ എന്ത് കേട്ടാലും ഒരു ക്രിട്ടിക്കൽ മൈൻഡോടുകൂടി ചിന്തിക്കുന്നവരുണ്ട്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കും. ഇതൊക്കെ ലോകോൽപത്തി മുതൽ ലോകത്ത് നടന്നു വരുന്ന കാര്യങ്ങളല്ലേ, അതെന്നും ഉണ്ടാവും. ഒരു കാര്യം ചോദിച്ചിട്ട്, അതായത് ഇത്ര കാര്യം ചോദിക്കാം. സ്ത്രീകള് അതായത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ 50% സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂടിപ്പോയിരുന്നു കണ്ടത്
സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പം പല സ്ഥലങ്ങളിലും സ്ത്രീകളാണ് ചെയർപേഴ്സൺ അല്ലെങ്കിൽ പ്രസിഡന്റായിട്ട് ഇരിക്കുന്നതെങ്കിലും ഭരിക്കുന്നത് പുരുഷന്മാരാണ് എന്ന് പറഞ്ഞാണ് വാദം പോയത്. പക്ഷെ സ്ത്രീകൾ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയി അവർ എഫിഷ്യൻസി ഉള്ളവരാണ് എന്ന് പല മേഖലകളിലും പ്രൂവ് ചെയ്തൊരു സമയം. അപ്പോൾ അത്തരത്തിലുള്ള ആർഗ്യുമെന്റ് കുറച്ച് അടിസ്ഥാനരഹിതമല്ലേ? അത് നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് ഉണ്ടായിപ്പോയ ചില കാര്യങ്ങളാണ്. ഇപ്പം അടുത്ത് വലിയൊരു ഒരു ഡിബേറ്റ് ഉണ്ടായല്ലോ. എങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾ കണ്ടില്ലേ, BJP എന്ത് പാസ്സാക്കി, പാർലമെൻറ്റ് ഇലക്ഷനിൽ സ്ത്രീകൾക്ക് റിസർവേഷൻ വേണം എന്ന്. പക്ഷേ ഇപ്പോൾ വേണ്ട, അടുത്തതിന് മതിയെന്ന്. അപ്പോൾ കോൺഗ്രസ് പറഞ്ഞു ഇപ്പം തന്നെ വേണം. എന്നാൽ കോൺഗ്രസിനുള്ളിൽ ഇപ്പം തന്നെ നടപ്പിലാക്കിക്കൂടെ? അങ്ങനെ ഒരു ആശയമാണെങ്കിൽ അതിപ്പോൾ തന്നെ നടപ്പിലാക്കാമല്ലോ.